ഹലോ, എന്തൊക്കെയുണ്ടെടാ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സപ്ലീസിൻ്റെ ഒരു ഹോൾ ഇടണമെന്ന്. പക്ഷെ ആ ടൈമിൽ എന്തോ ചെയ്യാൻ പറ്റിയില്ല. ഫൈനലി ഇപ്പോഴാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ കളേഴ്സിൻ്റെ കുറച്ച് കളക്ഷനാണ് ഞാൻ കാണിച്ചു തരുന്നത്. മെയിൻലി ഇതിൽ പറയാച്ച എനിക്ക് ആക്രിലിക് പെയിൻറ്റ്സ് എൻ്റെ കയ്യിലില്ല കേട്ടോ. ആദ്യം ഞാൻ ബോക്സായിട്ട് വാങ്ങിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ എൻ്റെ യൂട്യൂബിൽ എൻ്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അധികം പെയിൻറ്റ്സ് വെച്ചിട്ടുള്ള പണി അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ടാണ്. പിന്നെ എന്തെങ്കിലും ആവശ്യം ഒരു ബൾബ് വെച്ചിട്ടുള്ള മഷ്റൂം കുറച്ചങ്ങോട്ട് ട്രെൻഡായ ടൈമിൽ അത് ചെയ്യാനുള്ള ആഗ്രഹം മൂത്തിട്ട് ആകെ എൻ്റെ കയ്യിലുള്ളത് ഒരു റെഡ് പെയിൻറ്റ് മാത്രമാണ്. ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള കളേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രയോൺസ്, ഓയിൽ പേസ്റ്റൽസ്, അങ്ങനെ ഈ ഒരു ടൈപ്പ് കളേഴ്സാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ, മെയിനായിട്ട് പറയുക. പിന്നെ മെയിൻലി ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറ് ഈ വാട്ടർ കളർ ട്യൂബ്സാണ്. പിന്നെയും ഞാൻ യൂസ് ചെയ്യാറ് ഓയിൽ പേസ്റ്റൽസൊക്കെ യൂസ് ചെയ്തിട്ട് കുറേ ആയി ഗൈസ്. അപ്പം ഇനി യൂസ് ചെയ്യണമെന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വീഡിയോസൊക്കെ പറ്റുകയാണെങ്കിൽ ചെയ്യാം, ഉറപ്പൊന്നും പറയുന്നില്ല. ഓക്കെ. പിന്നെ എനിക്കിത് ഭയങ്കര ലോങ് വീഡിയോ ആയതുകൊണ്ട് എനിക്ക് വർത്താനം പറയുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം അങ്ങനെ പറഞ്ഞുകൊണ്ടേ നമ്മൾ ഇരിക്കുകയല്ലേ, അപ്പോൾ എനിക്ക് പറയുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ആട്ടോ. പിന്നെ ഈ ഒരു പെയിൻറ്റ് വന്നിട്ട് പണ്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. അത് ഞാനിങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു വെച്ചതാണ്. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ റെഡ് കളർ പെയിൻറ്റ്. പിന്നെ മെയിൻലി ഞാനിപ്പോൾ യൂസ് ചെയ്യാറുള്ളതാണ് ഈ ഒരു വാട്ടർ കളർ പെൻസാണ് കേട്ടോ. ഇത് പപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊടുന്നതായിരുന്നു. ഇതൊക്കെ ഞാൻ കുറച്ച് പപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോൾ തന്നിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ അടുത്തൊരു ഫ്ലവറിൻ്റെ ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കന്യാകുമാരി പോയ ടൈമിൽ വാങ്ങിച്ചിട്ടുള്ള ഷെൽസാണ്. ഇത് ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചതാണ്. ഇത് ഇനി നമുക്ക് തീർക്കാൻ പറ്റില്ല, ഇതൊക്കെ കളക്ഷനാണ് ഗൈസ്, കളക്ഷൻ. പിന്നെ ഇത് വന്നിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ആർട്ട് സപ്ലീസൊക്കെ, മീൻസ് ക്രാഫ്റ്റ് സപ്ലീസ് ഞാൻ മീഷോന്നാണ് കേട്ടോ മെയിൻലി വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതായത് 200 എബോ ആണ് ഇതിൻ്റെ, 200 ബിലോ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. പിന്നെ ഇത് നമ്മളെ ബട്ടർഫ്ലൈയുടെ ഒരു മിക്സിങ് പാലറ്റാണ്. ഇതൊന്നും ഞാൻ ഇപ്പോൾ അങ്ങനെ ഇതൊക്കെ കുറേ പണ്ട് വാങ്ങിച്ചതാണ്. കുറേ പണ്ടല്ല, ഒരു 8ിലൊക്കെ പഠിക്കുന്ന ടൈമിലാവും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കുക. ഒരു 2 ഇയേഴ്സ് ആയിട്ടുള്ളൂ. അങ്ങനെ. പിന്നെ ഇത് വന്നിട്ട് വേറെ ഒന്നുമല്ല, മറ്റേത് പോംപോം ബോൾസാണ്. അതും നമ്മുടെ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതിനും ഞാൻ പറഞ്ഞ പോലെ തന്നെ 100 ആ ഒരു ടൈപ്പ് പ്രൈസാണ്, 100+ ആ ഒരു ടൈപ്പാണ്. പിന്നെ ഇതും നമ്മുടെ സ്റ്റിക്കേഴ്സാണ്. ഇത് നമ്മുടെ കവായി സ്റ്റിക്കേഴ്സ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ഞാൻ 2ാമത്തെ തവണയാണ് മീഷോന്ന് വാങ്ങിക്കുന്നത് കേട്ടോ. ആദ്യം വാങ്ങിച്ചതിനെക്കാട്ടിലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്റ്റിക്കേഴ്സായിരുന്നു കേട്ടോ. ഒന്നും കൂടി പറയാച്ചാൽ നല്ല ബെറ്റർ ഓപ്ഷൻ ഇതായിരുന്നു. ഇത് പിന്നെ മമ്മേൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ക്യൂട്ട് പെൻസാണ് കേസ്. അതൊക്കെ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പെൻസ്. പിന്നെ അടുത്തത് വന്നിട്ട് ഞാൻ ഇതുപോലെ അസൈൻമെൻറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓരോരോ ടൈപ്പ് കണ്ടോ, ഓരോരോ ഡിസൈൻസുള്ള പെൻസാണ് കേട്ടോ. ഇതൊക്കെ നല്ല അടിപൊളി ഐറ്റംസാണ്. ഇതും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. നല്ല അടിപൊളിയാണ്. ഇതും 100+ ആ ഒരു ടൈപ്പ് പ്രൈസാണ് വന്നിട്ടുള്ളത്. പിന്നെ അടുത്തത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോണത് നോർമൽ ഐറ്റംസാണ്. അതായത് നമ്മുടെ സ്കെയിലാണ്. മെയിൻലി ഈ ഒരു സ്കെയിൽസൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനത് ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ, എല്ലാ സംഭവങ്ങളും കാണിച്ചു തരണമല്ലോ. അടുത്തത് വന്നിട്ട് എൻ്റെ കയ്യിലുള്ള 2 ഹൈലൈറ്റേഴ്സാണ്. ഇതും എൻ്റെ കയ്യിലുണ്ട്. ഇത് 2 കളേഴ്സാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. അടുത്തത് ഞാൻ കാണിച്ചിട്ട് വേണ്ടി പോകുന്നത് വേറെ ഒന്നുമല്ല, ഒരു നമ്മുടെ വൈറ്റ്നറും അതേപോലെ തന്നെ പെർമനൻറ്റ് മാർക്കറുമാണ്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള വൈറ്റ്നർ കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് ഈ ഒരു പെർമനൻറ്റ് മാർക്കറാണ്. ഇത് കാമലിൻ്റെ ഒരു പെർമനൻറ്റ് മാർക്കറാണ്. പിന്നെ അടുത്തത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് വേറെ ഒന്നുമല്ല, കയ്യിലുള്ള ഗ്ലൂ ആണ്, നമ്മുടെ പശയല്ല, നമ്മുടെ ഈ ഒരു സംഭവം, അതായത് ഡബിൾ സൈഡ് ടാപ്പ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് പശ. മാറിപ്പോയതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ അധികം പശയൊന്നുമില്ല, അതായത് നമ്മുടെ ഗ്ലൂ ഒന്നുമില്ല ഗൈസ്. എൻ്റെ അടുത്ത് ആ ഈ ഒരു ഫെവിഗമ്മ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വാങ്ങിക്കാനായിട്ടുണ്ട്, നമുക്ക് വാങ്ങിക്കണം. പിന്നെന്താ, ഇതേപോലെ ഈ ഒരു ഫെവിഗമ്മാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. പിന്നെ അടുത്തതാണ് നമ്മുടെ ഗ്ലൂഗൺ. അതായത് ക്രാഫ്റ്റ് ചെയ്യുന്ന മിക്ക പേരുടെ കയ്യിലുണ്ടാവും ഈ ഗ്ലൂഗൺ. ഇല്ലാതെ എന്ത് കളി അല്ലേ. അപ്പോൾ ഇത് ഞാൻ ഒരു മിനിമം 2 ഇയേഴ്സ് ആയിട്ടുണ്ടാവും ഇത് വാങ്ങിച്ചിട്ട്. മീഷോന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് അടിപൊളിയാണ് ഗൈസ്. ഇത്രയും കൊല്ലമായിട്ടും ഒരു കേടുമില്ല ഗൈസ്. അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ്. നല്ല എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിച്ച ഗ്ലൂഗണ്ണ് എൻ്റെ കയ്യിൽ നിന്ന് ചൂടാക്കിയിട്ട് കയ്യിൽ നിന്ന് കത്തിപ്പോയി ഗൈസ്. അതായത് പ്ലഗിലിട്ട് കുത്തിയിട്ട് അത് ഓഫ് ചെയ്യാൻ മറന്നിട്ട് ആകെ മൊത്തത്തിൽ അതിൻ്റെ വയറിങ്ങനെ കത്തിപ്പോയി ഗൈസ്. ഞാൻ നോക്കുമ്പോഴാ കത്തി പിടിക്കണം. അപ്പം ഞാൻ ആകെ ഇതായി. അങ്ങനെ സെക്കൻഡ് ടൈം വാങ്ങിച്ചതാട്ടോ. അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കണം ഗൈസ്. പിന്നെ ഇതാണ് എൻ്റെ വിൻറ്റേജ്
ടൈപ്പിലുള്ളൊരു ജേർണൽ സെറ്റാണ്. അപ്പോൾ അതിന് ഞാൻ വിൻറ്റേജ് പ്ലസ് ക്യൂട്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതിന് വന്നിട്ട് 300+ റുപ്പീസാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിൽ കിട്ടിയിട്ടുള്ള ജേർണൽ സപ്ലീസാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ആ കത്തിപ്പിടിച്ച കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങനെ രണ്ടാമത്തെ തവണ വാങ്ങിച്ചതാണ്. ആ കത്തിപ്പിടിച്ചത് ഇതിനെക്കാട്ടിലും വലുതായിരുന്നു. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് മീഷോന്ന് വാങ്ങിച്ചതാണ്. പിന്നെ അടുത്തത് ഈ ഒരു സംഭവം, അതായത് പപ്പ അതേപോലെ തന്നെ ഗൾഫിൽ നിന്ന് വരുന്ന ടൈമിൽ പ്രിൻസസിൻ്റെ ഒരു നമ്മുടെ ഇതേപോലെ റോസ് കളർ പ്രിൻസസിൻ്റെ നമ്മുടെ സ്റ്റേഷനറി കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ഈ ഒരു കട്ടറാണ്. ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് മാത്രം. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്താണ് പരിപാടി? അപ്പോൾ ഈ ഒരു ഒന്നും കൂടി ഞാൻ പറയുകയാണ്, ഈ ഗ്ലൂ ഗൺ വെച്ച് യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ കുറച്ച് സൂക്ഷിച്ചും കണ്ട് ഉപയോഗിക്കണം. കാരണം എനിക്ക് പേടിയുള്ളതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. കാരണം സീരിയസ്ലി എൻ്റെ കയ്യിൽ നിന്ന് കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ സംഭവിക്കും. പിന്നെ അതെൻ്റെ കയ്യിലുള്ള ക്യൂട്ട് പെൻസിൽസാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ കളർ പേപ്പേഴ്സ് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് അത് കാണിച്ചു തരാത്തത്. പിന്നെ അത് A4 ഷീറ്റ്സിൻ്റെ ബണ്ടിലാണ്. പിന്നെ ഇത് നമ്മുടെ സ്റ്റിക്കേഴ്സാണ്. അത് കുറച്ച് നമ്മൾ ഹോം മെയ്ഡാണ് ഗൈസ്, ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കായാലും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലേ, ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇതെൻ്റെ കയ്യിലുള്ള 2 ക്യൂട്ട് ബുക്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള 2 ക്യൂട്ട് ബുക്സ്. ഒന്നിൻ്റെ തീം ഏതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അത് മീഷോ ആണ്. മറ്റത് കുറോമിയാണെന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്. പിന്നെ ഇത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ആർട്ട് കാണിച്ചു തരാം. അതായത് നമ്മുടെ ബോഹോ ആർട്ട് നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ബോഹോ ആർട്ട്. ഇതിൽ ഫസ്റ്റായിട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അല്ലെങ്കിലും ഒരുപാട് എൻ്റെ കയ്യിലുണ്ട് ഞാൻ ചെയ്തിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബോഹോ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം വേറെ ഒന്നുമല്ലടാ, ഐസ്ക്രീം സ്റ്റിക്കാണ്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചത് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം ഐറ്റംസ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതാണ്, അതിപ്പോൾ കഴിയാനായിട്ടുണ്ട്. ഒരുപാട് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫസ്റ്റത്തെ ആർത്തി മൂത്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് ക്രാഫ്റ്റ്. അങ്ങനെ ആർത്തി മൂത്ത് ചെയ്തതാണ്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ആർത്തി മൂത്ത് ചെയ്തതൊക്കെ നല്ല അടിപൊളിയായി കിട്ടി ഗൈസ്. പിന്നെ അത് നമ്മുടെ നോർമലി സിസേഴ്സാണ്. ഇതും ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള വാഷി ടാപ്പിൻ്റെ, എൻ്റെ കയ്യിലുള്ള വാഷി ടാപ്പിൻ്റെ കളക്ഷൻസാണ്. സോ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സപ്ലീസ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? സോ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.